മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് കാട്ടാളൻ എന്ന് പറയുന്ന സിനിമ. ആന്റണി വർഗീസ് പെപ്പെ കേന്ദ്ര കഥാപാത്രമായിട്ടുന്ന ഈ ഒരു ചിത്രത്തിനായിട്ട് അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രം നാളെ തിയേറ്ററിലോട്ട് എത്താൻ പോവുകയാണ്. ചിത്രത്തിനെ കുറിച്ചുള്ള ആകാംക്ഷകൾ ഏറെയാകുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ഷോകളെ കുറിച്ച് അവിടെ തന്നെ പ്രിവ്യൂ അപ്ഡേറ്റുകളൊക്കെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ആന്റണി വർഗീസ് പെപ്പയ്ക്കൊപ്പം തന്നെ തുഷാര വിജയൻ, സുനിൽ, കബീർ സിംഗ് ദുഹാൻ, പ്രദീപ് തിവാരി, ജഗദീഷ് സിദ്ദിഖ്, ആൻസൺ പോൾ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തുന്ന ചിത്രം നവാഗതനായ പോൾ ജോർജാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷെരീഫ് മുഹമ്മദാണ് ഈ സിനിമ ഡയറക്ട് ചെയ്യുന്നത്. എന്തൊക്കെയാണ് അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ ഈ സിനിമ കാണാൻ വേണ്ടി വളരെയധികം ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഓങ് ബാങ് 2, ബാഹുബലി 2 കൺക്ലൂഷൻ, ജവാൻ, ബാഗി 2, പൊന്നിയിൻ സെൽവൻ പാർട്ട് 1 തുടങ്ങിയ ശ്രദ്ധേയമായ സിനിമകൾക്ക് ആക്ഷൻ ഒരുക്കിയ ലോക പ്രശസ്തനായിട്ടുള്ള സ്റ്റണ്ട് കൊറിയോഗ്രാഫർ കെച്ച കമ്പടിയാണ് ഈ സിനിമയ്ക്കായിട്ട് ആക്ഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾ വളരെ പ്രതീക്ഷയോടെയാണ് ചിത്രത്തിനായിട്ട് കാത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് ചിത്രത്തിന്റെ മ്യൂസിക് ഒരുക്കിയിരിക്കുന്ന രവി ബസൂറാണ്. അദ്ദേഹം KGF അടക്കം മാർക്കോ അടക്കം ചിത്രങ്ങൾക്കെല്ലാം തന്നെ മികച്ച ഒരു മ്യൂസിക് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മ്യൂസിക് കൊണ്ട് ഇതിനോടൊപ്പം തന്നെ സിനിമാ പ്രേമികൾ ചർച്ചയായിട്ട് മാറാൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് മലയാള സിനിമാ പ്രേമികൾ ഇതുവരെയും കാണാത്ത തരത്തിലുള്ള ഒരു ഹൈ വോൾട്ടേജ് ആക്ഷൻ ചിത്രമായിട്ടായിരിക്കും കാട്ടാളൻ എത്തുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ചോരക്കളിയുടെ ഇതുവരെയും കാണാത്ത കാഴ്ചകളും ആക്ഷൻ പിടിക്കെട്ട് മാസ്കരിയുമായിട്ടുള്ള ചടുരവുമായിട്ടുള്ള ദൃശ്യങ്ങളോടെ എത്തുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. എന്തൊക്കെയാണ് നാളെ തിയേറ്ററിലോട്ട് എത്താൻ പോകുന്ന ചിത്രത്തിന്റെ ആദ്യ ഫാൻ ഷോകളൊക്കെ ഏകദേശം 7 മണിക്കാണ് ആരംഭിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. 2 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അതുമാത്രമല്ല, ചിത്രം അവസാനിച്ചെന്ന് കരുതി തിയേറ്റർ വിട്ട് പോകരുതെന്നും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിനായിട്ട് ഒരുപാട് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രത്തിന് മികച്ചൊരു പ്രീസെയിൽ കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പുറത്തു വരുന്ന പ്രിവ്യൂ അപ്ഡേറ്റുകൾ പരിശോധിച്ച ചിത്രത്തിന് മലയാള സിനിമകളുടെ എക്കാലത്തും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ ആക്ഷൻ രംഗങ്ങളിൽ മാർക്കോയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആക്ഷൻ രംഗങ്ങൾ തന്നെ ചിത്രത്തിനായിട്ട് ഒരുക്കിയിട്ടുണ്ടെന്നും പെപ്പയുടെ കരിയറിലെ മറ്റൊരു വഴിത്തിരിവായിട്ട് കാട്ടാളം മാറുമെന്നൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്ന രീതിയിലുള്ളൊരു ട്രെയിലറും ടീസറൊക്കെ ആയിരുന്നു ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ ഒരുക്കിയിട്ടുണ്ടായിരുന്നേ. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്കൊക്കെ ആയിട്ട്. അപ്പോൾ കാട്ടാളൻ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് നിങ്ങൾ ആരൊക്കെയാണ് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.